നിയോഗത്താലി തൻ്റെ എക്സാം വളരെ ഈസി ആയിരുന്നു എന്നും പഠിച്ചതൊക്കെ തന്നെയാണ് വന്നതെന്നുമൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ശ്രീനന്ദ അഥർവിനോട് പറഞ്ഞത്. താൻ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യും. അഥർവ് എപ്പോഴും അവളെ പിന്തുണച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കാറുള്ളത്. ശ്രീനന്ദയ്ക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും നൽകിയിരുന്നതും അഥർവിൻ്റെ ആ സ്നേഹവും കരുതലുമായിരുന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ പിന്തുണയാണ് അവളെ ജീവിതത്തിലുടനീളം പിടിച്ചു നിർത്തുന്നത്. എത്രയൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഞാനില്ലേ നിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് നിർത്തുന്നതിനോളം വലുതായി ഈ ലോകത്തിൽ മറ്റൊന്നുമില്ലെന്ന് അവൾ ഓർത്തു. ജ്യോതിക്കതിനുള്ള യോഗമില്ലാതായിപ്പോയി. ഇത്രയും നല്ലൊരു ജീവിതം വലിച്ചെറിഞ്ഞിട്ടാണ് അവൾ കാമുകൻ്റെ കൂടി ഒളിച്ചോടിപ്പോയത്. അതും അമ്പോറ്റെ പോലുള്ള തൻ്റെ കുഞ്ഞിനെ കൂടി ഉപേക്ഷിച്ചിട്ട്. നന്ദ, അഥർവ് ശ്രീനന്ദയുടെ വലം കൈയിൽ മെല്ലിയൊന്ന് തലോടി. പെട്ടെന്ന് അവൾ അവനെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ, എനിക്ക് വല്ലാത്ത വിശപ്പ്. അവനൊരു റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി തിരിച്ചു. അങ്ങനെ ഇരുവരും ചേർന്ന് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇരുവരും വീട്ടിലേക്ക് മടങ്ങിയത്. കുറച്ച് സ്നാക്സൊക്കെ ആര്യൻകുട്ടിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീക്ക് പിന്നീടുള്ള 2 ദിവസങ്ങൾ എക്സാമില്ല. അതുകൊണ്ട് അന്ന് അവളോട് സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോണമെന്നാണ് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഇന്ദിര പറഞ്ഞത്. കാരണം പരീക്ഷയാകുമ്പോൾ അവൾക്ക് വല്ലാത്ത ടെൻഷനും പേടിയും വിറയലും ഒക്കെയാണ്. പിന്നെ പെണ്ണിന് കിടന്നാലോട്ട് ഉറക്കവും വരില്ല. അമ്മ പറയുന്നത് കേട്ട് ശ്രീനന്ദ ചിരിയോടെ നിന്നു. ആര്യൻകുട്ടൻ ആൻറ്റിയോടൊപ്പം കുറേ സമയം അന്ന് കളിയും ചിരിയും ഒക്കെ ആയിട്ട് കൂടി. അവന് കളറിംഗ് മത്സരമുണ്ട്. അതിനുവേണ്ടി ശ്രീനന്ദയാണ് അവനെ ഓരോ പിക്ചറിനും കളറൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കിയത്. വീട്ടിൽ തിരിച്ചെത്തിയാലും അഥർവ് ഓഫീസ് റൂമിലായിരിക്കും. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവന് വർക്ക് കാണും. എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം അത്താഴം കഴിച്ച് അവൻ റൂമിലെത്തിയപ്പോൾ ആര്യൻ സുഖമായി ഉറക്കത്തിലാണ്. അഥർവിന് നല്ല ടെൻഷനുണ്ടെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ ശ്രീനന്ദയ്ക്ക് തോന്നി. എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാം. ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ കൂടി പഠിപ്പിച്ചു തന്നാൽ മതി. നന്ദ പറഞ്ഞപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടക്കയിലേക്കിരുന്നു. എല്ലാം കൂടി ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്നൊന്ന് ഭയങ്കര സ്ട്രെസ്സാണ്. ചേട്ടന് വേറെ സ്റ്റാഫിനെ ആരെങ്കിലും നിയമിച്ചുകൂടെ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം. ഇനിയിപ്പോൾ 10-12 ദിവസത്തിനുള്ളിൽ എൻ്റെ എക്സാം കംപ്ലീറ്റ് ആകും. എന്തെങ്കിലും ചെയ്യാനെന്താ? ഇനി താനിപ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്ത് വറീഡാകരുത് കേട്ടോ. അങ്ങനല്ലല്ലോ. ഏട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യേണ്ടതല്ലേ? നമ്മൾ രണ്ടാളും ഭാര്യാഭർത്താക്കന്മാരല്ലേ? നമ്മുടെ സന്തോഷവും സങ്കടവും പ്രാരാബ്ദവും പ്രയാസവും ഒക്കെ നമ്മൾ രണ്ടാളും ഒരുപോലെ അറിയണം. ശ്രീനന്ദ അവൻ്റെ വിരലുകളിലേക്ക് തൻ്റെ കൈവിരൽ കോർത്തുകൊണ്ട് തുടർന്നു. എനിക്കിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ തോന്നിയിരുന്നു ഏട്ടൻ എന്തൊക്കെയോ മനപ്രയാസം ഉണ്ടെന്ന്. ഞാൻ പിന്നെ അപ്പോൾ ഒന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. എടോ, നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ 8-9 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫുണ്ട്. പക്ഷേ 2 ആഴ്ച മുമ്പ് അതിലൊന്നും 3 ലക്ഷം രൂപയുടെ മിസ്സിങ് വന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എല്ലാം കണ്ടുപിടിക്കാമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ദിവസം ചെല്ലുന്തോറും ആൾക്കതിൽ യാതൊരു താല്പര്യവുമില്ലാത്ത പോലെ എന്നും ഓരോ മുടന്ത ന്യായം പറയുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ പേരിൽ അയാളോട് കുറച്ച് ഷൗട്ട് ചെയ്തു. അത് പുള്ളിക്കത്ര പിടിച്ചില്ല. ഉടൻ തന്നെ റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ആ 3 ലക്ഷം രൂപയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ്. ഞാൻ എത്രമാത്രം അധ്വാനിച്ചാണ് ഓരോ രൂപയുണ്ടാക്കുന്നതെന്ന് തനിക്കറിയോ? പക്ഷേ അയാൾ എന്നെ കബളിപ്പിച്ചപ്പോൾ വല്ലാത്ത സങ്കടം. സാരമില്ല ഏട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും അയാൾ പോയില്ലേ. ഏട്ടനെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ കാശുകൊണ്ട് അയാൾ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ചെല്ലട്ടെ, ചെന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ശ്രീനന്ദ് അവനെ സമാധാനിപ്പിച്ചു. പിന്നെ എന്തൊക്കെയായാലും ശരി, ഇനി അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് ഏട്ടൻ പുതിയ ആളെ നിയമിക്കുകയൊന്നും വേണ്ട. നമുക്ക് 2 ആൾക്കും കൂടി അത് ഹാൻഡിൽ ചെയ്യാം. നന്ദ, ഓഫീസിലെ വർക്കെന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് അവിടെ വേണ്ടത്.
ഏട്ടന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് മതി. എന്നെ കൂടി അതൊന്ന് പഠിപ്പിച്ചാൽ നമ്മൾ സെറ്റാകും. ശ്രീനന്ദ അവന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞു. ഇക്കാര്യമൊന്നും അച്ഛനോടും അമ്മയോടും ഡിസ്കസ് ചെയ്യരുത് കേട്ടോ. ഇല്ല, ഞാൻ ഒരു കാരണവശാലും ആരോടും പറയില്ല. പക്ഷേ എക്സാം തീർന്നാൽ ഉടനെ തന്നെ ഞാൻ ഓഫീസിലേക്ക് വന്നിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഈ ടെൻഷൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ എന്നാ നന്ദ ഒന്ന് ജീവിച്ചു തുടങ്ങുന്നത്? അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ശ്രീനന്ദയ്ക്ക് മനസ്സിലായി. അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് അവൾ അവനെ അല്പം കൂടി ചേർത്ത് പിടിച്ചു. അതിനെല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. അവൾ പറഞ്ഞതും അതിർവ് ആ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവളുടെ ഇരു കവളിലും മാറി മാറി മുത്തം കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ ആർക്കും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയി. ശ്രീനന്ദയുടെ ഡിഗ്രി കാലഘട്ടം അവസാനിച്ചു. വളരെ നന്നായിട്ട് തന്നെ അവൾ എക്സാമൊക്കെ എഴുതി പൂർത്തിയാക്കി. അതും കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവരെല്ലാവരും ചേർന്ന് സജീവിനെയും സിന്ധുവിനെയും ഒക്കെ കാണുവാനായി പോയി. അവർക്ക് ഒരുപാട് സന്തോഷം. 1/4 മണിക്കൂറും അവിടെ ചെലവഴിച്ചിട്ടാണ് അവർ മടങ്ങിയത്. ശ്രീനന്ദ കുറച്ച് ബേക്കറി ഐറ്റങ്ങളും 2-3 കവർ പാലും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് സിന്ധു അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. മുൻകൂട്ടി വിളിച്ചു പറയാതെ വന്നതുകൊണ്ട് അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അതറിയാവുന്നത് കൊണ്ടാണ് ശ്രീനന്ദ ഇതെല്ലാം കരുതിക്കൊണ്ട് ചെന്നതും. അങ്ങനെ അവർ അവിടുന്ന് മടങ്ങി വരുമ്പോഴാണ് ഇന്ദിരയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഇന്ദിരയുടെ ക്ലബിലെ സുഹാസിനി എന്ന ലേഡിയായിരുന്നു വിളിച്ചത്. മൂകാംബികയിലേക്ക് സുഹാസിനിയും ഭർത്താവും പോവുകയാണെന്നും അവരുടെ ഒപ്പം വരാനിരിക്കുന്ന ഫാമിലിക്ക് എന്തൊക്കെയോ അസൗകര്യം വന്നതുകൊണ്ട് ഇന്ദിരയും മാധവനും അവരുടെ കൂടെ വരുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു ആ ഫോൺ കോള്. മാധവേട്ടനോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഇന്ദിര ഫോൺ കട്ട് ചെയ്തു. ആരാടോ? എന്താ തൻ്റെ മുഖമൊക്കെ ബൾബ് കത്തിയതുപോലെ പ്രകാശം നിൽക്കുന്നത്? മാധവൻ ചോദിച്ചതും ഇന്ദിര അപ്പോൾ തന്നെ വിവരങ്ങൾ പറഞ്ഞു. ആര്യൻകുട്ടൻ ഇനിയിപ്പോൾ സ്കൂളിൽ എന്തോ സ്പോർട്സ് മീറ്റ് നടക്കുന്നതിനാൽ 2 ദിവസം അവധിയാണ്. വ്യാഴവും വെള്ളിയും അവധി, പിന്നെ സാധാരണ പോലെയുള്ള ശനിയും ഞായറും. അങ്ങനെ മൊത്തത്തിൽ 4 ദിവസം ഇനി ആര്യന് ക്ലാസ്സില്ല. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ പോകാമെന്ന് മാധവൻ സമ്മതിച്ചു. അപ്പോൾ തന്നെ സുഹാസിനിയെ വിളിച്ചിട്ട് താനും മാധവേട്ടനും ആര്യൻകുട്ടനും കൂടിയാണ് വരുന്നതെന്ന് ഇന്ദിര പറഞ്ഞു. അവരും ഹാപ്പി. അങ്ങനെ മൂകാംബിക യാത്ര ഫിക്സായി. ഈ സമയത്ത് അതിർവിൻ്റെ മിഴികൾ ചെറിയൊരു കുസൃതിയും കുറുമ്പും നിറഞ്ഞ ഭാവത്തിൽ ശ്രീനന്ദയുടെ മിഴികളുമായി കോർത്തിരുന്നു. അവൾക്കും ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതോടെ നാണത്തോടെ അവൾ മുഖം കുനിച്ചു. അന്നവരെ വീട്ടിലാക്കിയ ശേഷം അതിർവിന് ഒന്നുകൂടി ഓഫീസിലേക്ക് പോകേണ്ട കാര്യം വന്നു. എന്തോ ഒരു അത്യാവശ്യം. അവനെ കാണുവാനായി ഏതോ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അതിർവ് വേഗം പുറപ്പെടുകയായിരുന്നു. നാളത്തെ യാത്രയോർത്തപ്പോൾ ഇന്ദിരയ്ക്ക് ഇരിക്കപ്പുറതയില്ല. എല്ലാം പാക്ക് ചെയ്യാനും മറ്റുമൊക്കെയായി ഇന്ദിര ആകെ ബിസി. നന്ദയും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരിൻ്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ശ്രീനന്ദ അവരുടെ റൂമിൽ ചെന്നിട്ട് എടുത്തുകൊണ്ട് വന്നു. ഇന്ദിരയ്ക്കും ചുരിദാറൊക്കെ എടുത്ത് മടക്കി വെച്ചു. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇടാൻ വേണ്ടി 2 സാരിയും. മൊത്തം 3 ദിവസത്തെ ട്രിപ്പാണ്. അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് മാധവൻ ഇന്ദിരയെ ശകാരിച്ചു. മാധവൻ ഇതൊക്കെ പറഞ്ഞാൽ മതി, ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതല്ലേ, ഇവനെ എടുക്കാൻ പറ്റുകയും ചെയ്യുമ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ മുഷിയും. പിന്നെ വണ്ടിയിലല്ലേ പോകുന്നത്, 2 ജോഡി ഡ്രസ്സ് കൂടുതൽ ഇരുന്നെന്ന് കരുതി ആർക്കും ഒന്നും സംഭവിക്കാനില്ല. ഇന്ദിരയുടെ അഭിപ്രായത്തോട് തന്നെയാണ് ശ്രീനന്ദ യോജിച്ചത്. ആ, എന്തെങ്കിലും ചെയ്യ, ഉള്ളതെല്ലാം കെട്ടിപ്പെറുക്കിക്കൊണ്ട് പോകുന്നത് കൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം. മാധവട്ടിനെ സെറ്റിയിലെങ്ങാനും പോയിരിക്കുക. അവർ അയാളെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ട് നന്ദ ചിരിച്ചുപോയി. മോളെ, അമ്മ പറഞ്ഞത് എന്തേലും തെറ്റുണ്ടോടി? ഇല്ലെന്നേ, യാതൊരു തെറ്റുമില്ല. ഈ അമ്മ പറയുന്നതൊക്കെ 100% ശരി തന്നെയാണ് അല്ലേ മോളെ? മാധവൻ ഭാര്യയെ കളിയാക്കി. അങ്ങനെ അന്ന് രാത്രിയിൽ അതിർ ഒരു 10 മണിയോടെയാണ് മടങ്ങി വന്നത്. ശ്രീനന്ദ അവനെയും കാത്തിരിപ്പുണ്ട്. നാളെ മൂകാംബികയിൽ പോകേണ്ടതുകൊണ്ട് അച്ഛനും അമ്മയും നേരത്തെ തന്നെ കിടന്നിരുന്നു. ഏട്ടന് ഭക്ഷണം എടുക്കട്ടെ? വേണ്ടടും, ഇനിയിപ്പോൾ ഒന്നും വേണ്ട. അതെന്നാ, ഏട്ടൻ കഴിച്ചോ? ഇല്ലെന്നേ, വിശപ്പില്ല. എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഏട്ടൻ വന്നേ, നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. താനും കഴിച്ചില്ലേ? ഇല്ല, ഏട്ടൻ വന്നിട്ടാവാന്ന് കരുതി. എങ്കിൽ പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, താനിരിക്കും. അവൻ ആര്യൻകുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിൻ്റെ മേലെ നിന്ന് മാറിപ്പോയ പുതപ്പൊന്ന് നന്നായി പുതപ്പിച്ച ശേഷമാണ് ബാത്റൂമിലേക്ക് പോയത്. അപ്പോഴേക്കും ശ്രീനന്ദ താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു.
അടുക്കളയിൽ ചെന്ന് ഭക്ഷണം എടുത്ത് ചൂടാക്കി വെച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു വിഭവം. ഒപ്പം ഒരു വെജ് സാലഡും. അതിർവ് കുളിച്ചിറങ്ങി വന്നപ്പോഴേക്കും ശ്രീനന്ദ എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചു. രണ്ടുപേരും ഓരോരോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാണ് കഴിച്ചത്. നന്ദ, ഇന്നിത്തിരി നേരത്തെ കിടക്കണമെന്ന് കരുതിയതാ. പക്ഷെ ഓഫീസിലെ ക്ലയൻറ്റിനെയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ ഈ നേരായി. എന്തു പറ്റി? നാളെ വെളുപ്പിന് എണീറ്റിട്ട് ഏട്ടന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതുകൊണ്ടാണോ ഇന്ന് നേരത്തെ കിടക്കണമെന്ന് പറഞ്ഞത്? ശ്രീനന്ദ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നാളെ നേരത്തെ ഓഫീസിൽ പോകണം. നാളെ നമ്മുടെ ശാന്തി മുഹൂർത്തമാണ്. അവൻ പറഞ്ഞത് കേട്ടതും ശ്രീനന്ദ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം നെറുകയിൽ കയറിയത് ഒരുമിച്ചാണ്. വലിയ ശബ്ദത്തിൽ ചുമച്ചുകൊണ്ടവൾ കസേരയിലേക്ക് ചാഞ്ഞിരുന്നപ്പോൾ അതർവ് ഓടി വന്ന് അവളുടെ തലയിൽ പതിയെ തട്ടിക്കൊടുത്തു. എൻ്റെ പൊന്നു പെണ്ണെ, ദേവി ഇതെന്നെ പേടിപ്പിക്കരുത്. ബാക്കിയുള്ളവൻ അത്രമേൽ കാത്തിരുന്ന മൊമെന്റാണിത്. ഈശ്വരനായിട്ട് അത് ആസ്വദിക്കാനായി എനിക്ക് എല്ലാ വഴികളും തുറന്നു തന്നു. ശ്രീനന്ദ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അച്ഛനും അമ്മയും നാളെ യാത്ര പോവല്ലേ എന്ന മട്ടിൽ അവൻ തിരിച്ചു ചോദിച്ചു. ഈ ഏട്ടൻ്റെ ഒരു കാര്യം. അവളുടെ ഇടതുകൈ താടിയിൽ മുട്ടിച്ചുകൊണ്ട് ശ്രീനന്ദ പതിയെ പറഞ്ഞു. തുടരും. അടുത്ത പാർട്ട് നാളെ പോസ്റ്റ് ചെയ്യാമേ.